കണ്ണൂരിൽ കുറച്ചു ദൂരെ കൊടും കാട്ടിനുള്ളിൽ നിങ്ങൾ അധികം ആരും കണ്ടിട്ടില്ലാത്ത മനോഹരമായ ഒരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിൽ ഒരുപാട് ആളുകൾ താമസിക്കുന്നുമുണ്ട്. വനത്തിനുള്ളിലെ മരങ്ങൾക്കിടയിലും മലകളുടെ താഴ്വാരങ്ങളിലുമാണ് ഓരോ ഗ്രാമവാസികളും ഇവിടെ ജീവിക്കുന്നത്. വർഷങ്ങൾക്ക് മുന്നേ വന്നവരും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് കുടിയേറി പാർത്തവരുമാണ് ഈ വനത്തിലുള്ളത്. പ്രകൃതി സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന ഈ സ്ഥലമാണ് ആർളം ഫാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിൽ ഇത്രക്കും മനോഹരമായിട്ടുള്ള സ്ഥലം ഉണ്ട് എന്നുള്ളത് ഉള്ളിലേക്ക് വരുമ്പോഴാണ് മനസ്സിലാകുന്നത്. ഞാനിപ്പം 55ാമത്തെ ബ്ലോക്കിൻ്റെ തുടക്കത്തിലൊരു ഭാഗത്തുള്ളത്. ഈ ഒരു 55ാമത്തെ ബ്ലോക്കിലേക്ക് വരുന്ന സമയത്ത് തന്നെ ഫസ്റ്റ് നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ളൊരു വിഷ്വൽ കാണാൻ പറ്റും. അവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഒരു പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള പരന്നൊരു സ്ഥലമാണ് ഇവിടെ. അധികം ബഹളങ്ങളൊന്നും ഇല്ലാതെ സൈലൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലം. കൂടുതലും പക്ഷികളുടെ സൗണ്ട് മാത്രമേ കേൾക്കുള്ളൂ. പിന്നെ ഒരു മണ്ണിട്ട് റോഡുണ്ട്. ഈ റോഡിൽ അധികം വണ്ടികളൊന്നും പോകില്ല. എപ്പോഴെങ്കിലൊക്കെ വണ്ടികളൊക്കെ പോകുള്ളൂ. എൻ്റെ ബേക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കൂടുതലും മലകളാണ്. ആ മലേൻ്റെ താഴ്ഭാഗങ്ങളിലാണ് ഈ ഒരു ബ്ലോക്കിലുള്ള ആൾക്കാർ താമസിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് കുറച്ച് വീടുകളെ കാണുന്നുള്ളൂ. പക്ഷേ അതിൽ ചില വീടുകളിൽ ആൾ താമസമില്ല. കൂടുതൽ വീടുകൾ ഉള്ളിലേക്ക് ചെന്നാലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ എന്താണെന്നുള്ളത് നോക്കാം. നമസ്കാരം. ഏതാ ചേമ്പാടെ അല്ലേ? ചേമ്പ് കപ്പയെല്ലാം നട്ടിനല്ലോ. ആ നട്ട് കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാവോ? ആ ആ ആന്നില്ലല്ലേ. ചായ എല്ലാം കുടിച്ചാ? ചേട്ടൻ്റെ പേരെന്നാ? ഗോപാൽ. അത് പിന്നെ ഭാര്യയാണോ? തങ്കമ്മ. ഇവര് മോളാ? ഹലോക്കോ. ഓക്കെ ഓക്കെ. അവിടെ വാതിലല്ലേ? ഓക്കെ. ഓ അപ്പോൾ പകല് ഇവിടെ അല്ലേ? രാത്രി ആ ഒരു ഭാഗത്തല്ലേ? ഓക്കെ. ഓ അപ്പോൾ നിങ്ങൾ ജോലിക്ക് പോകില്ല? തൊഴിലുറപ്പുണ്ടോ? ഇല്ലല്ലേ. അതെന്താ അതിൻ്റെ ഉള്ളിൽ എന്താ നട്ട് വെച്ചത്? ചേമ്പ്. അത് എന്താ മാനെല്ലാം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണോ? മാന ഇങ്ങോട്ടേക്ക് വരുമോ? വന്നിട്ട് ചേച്ചി പിന്നെ ഇതെന്താ സംഭവം എന്നറിയോ? ആ ഇത് കാട്ടില് ഉണ്ടാവും. ഇത് മഴക്കാലമായി കഴിഞ്ഞാൽ ചീഞ്ഞു പോകും. ചീഞ്ഞു പോകല്ലേ? ഇത് നമ്മളെ പച്ചക്കറി ഇതിൽ പെട്ടൊന്നല്ലോ? അതൊന്നും പെട്ടിട്ടില്ല. സാധാ ഒരു ചെടിയല്ലേ? ചെടി. അതിലുണ്ടാകുന്ന ഒരു കായ് പോലത്തെ സാധനമാണ് ഇതല്ലേ? കായ് പോലത്തെ ഒരു സാധനം. അത് മഴക്കാലായി അടഞ്ഞ മഴക്കായെങ്കിലോ ഇത് ഇങ്ങനെ ഒടിഞ്ഞു വീണ് പോകും. എന്നിട്ട് ചീഞ്ഞു പോകും. ഞാൻ വിചാരിച്ചു ഇത് കടുകാണ്. അല്ല, കടുവല്ല. കടു വേറെ. കടു നമ്മള് മേടിക്കുമ്പോ കടലിന് ഇപ്പൊ മേടിക്കില്ലേ, അന്നേരം ഈ ഇതേപോലത്തെ മണ്ണിലാണ് ഇട്ടാ മതി. അത് നിറച്ചും കായുണ്ടാവും. ഇതേ ഉള്ളല്ലേ? ഇതേ ഉള്ളൂ. ഇപ്പൊ എള്ളിന്റെ സമയമല്ലല്ലോ? അല്ല, അത് ഓണത്തിന് മുന്നേ ആയിട്ടിടും. ഇവിടുത്തെ നിങ്ങള് മെയിൻ ഇവിടെ കൃഷി ചെയ്ത് എന്തൊക്കെയാ?
ഞങ്ങൾ ഇവിടെ പിന്നെ ചേമ്പിടും, ചേമ്പ്, ആ, പിന്നെ എള്ളിടും, എള്ള്, ആ, പിന്നെ കപ്പ ഇട്ടാ പിന്നെ ബാക്കി ആന ബാക്കി വെക്കൂലല്ലേ? ഓക്കെ. വെള്ളത്തിനൊക്കെ ഇവിടെ തന്നെ നോക്ക്. വെള്ളത്തിന് ഏറ്റവും കഷ്ടപ്പാട് ഈ ഏരിയയിൽ വെച്ച് ഈ 13 വെച്ച് ഞാൻ. ഇത് 13ആണോ? അപ്പൊ 55 എവിടെയാ? 55 അത് ആദ്യം ഇവരിങ്ങനെ പിന്നെ പാമ്പ് ഉണ്ടാകുമ്പോ 55 ഈ പ്ലേറ്റും. ആ, ഈ പ്ലോട്ട് 55 കേട്ടോ. 55. ആ, ഓക്കെ. ആ, അത് മാറ്റിയതാ? ഇങ്ങനെ ജനങ്ങളാണ് ഇങ്ങനെ 55 പേരിട്ടത്. ഇപ്പൊ പ്ലേറ്റ് ഇത് 13 പെട്ട സ്ഥലമാണ്. ഓക്കെ. ഇത് ശരിക്കും 13 ശരിക്കും 13. ആൾക്കാർ അതിന് 55 പറയാ. ആൾക്കാർ അങ്ങനെ പറയണമെന്ന് മാത്രം, ആദ്യത്തെ ഓർമ്മയ്ക്ക് പറയണമെന്ന് മാത്രമേ. ഓക്കെ. പണ്ട് ഇത് 55 ബ്ലോക്ക് ആയിരുന്നു അല്ലേ? പിന്നെ ഇത് 13 ആക്കി. 13 ഇപ്പൊ ആദിവാസിക്കെല്ലാം സ്ഥലം കിട്ടിയാൽ കൊണ്ട് ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഓക്കെ. വിയറ്റ്നാമൊക്കെ കടക്കു പോയെ. ആ, ഓക്കെ. വിയറ്റ്നാം കംബോഡിയ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഈ ഒരു നേരെ പോയി കഴിഞ്ഞാലാ ഈ പുഴ അപ്പുറം, പുഴേന്റെ അപ്പുറം അല്ല? ഓക്കെ. ഇപ്പുറത്ത് ഫാമായി, ഫാം. ജേസിന്റെ പേരെന്താ? എന്റെ പേര് ലീല. ലീല. ആ, ഓക്കെ.